ഗോവയിലെ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഈ ദേവാലയത്തിലാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഭൗതിക ശരീരം പരസ്യ വണക്കത്തിനു വേണ്ടി വിശ്വാസികൾക്ക് തുറന്നു കൊടുത്തിരിക്കുന്നത്. തൊട്ട് അടുത്തുള്ള ബസിലിക്ക ദേവാലയത്തിൽ നിന്ന് വളരെ ആഘോഷപൂർവ്വം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഭൗതിക ശരീരം ഈ ദേവാലയത്തിൽ വെച്ചിരിക്കുകയാണ്. ഈ ദേവാലയത്തിലേക്ക് അനേകം ഭക്തരാണ് കടന്നു വന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഭൗതിക ശരീരം വണങ്ങാനായി വരുന്നത്. ഈ ദേവാലയത്തിലേക്ക് എല്ലാ വിശ്വാസികൾക്കും പ്രവേശനമുണ്ട്. എന്നാൽ ക്യാമറയോ വീഡിയോ ഒന്നും എടുക്കുവാൻ അനുവാദമില്ലാത്ത ഒരിടമാണ് ഈ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ അകവശം. പ്രത്യേകിച്ച് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഭൗതിക ശരീരം അവിടെ താഴെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ദേവാലയത്തിലേക്ക് ഫോട്ടോ എടുക്കുവാനോ വീഡിയോ എടുക്കുവാനോ അനുവാദമില്ല. പക്ഷേ ഗുഡ്നെസ് ടിവിക്ക് വേണ്ടി പ്രത്യേകമായൊരു അനുവാദമാണ് ഇവിടെ ഈ എക്സ്പോസിഷൻ്റെ ചാർജുള്ള ഫാദർ ഹെൻറി അനുവദിച്ചു തന്നത്. ഈ ദേവാലയത്തിൽ കടന്നു ചെല്ലുവാനും അവിടുത്തെ ഫോട്ടോ എടുക്കുവാനും വീഡിയോ എടുക്കുവാനും നമ്മളെ അനുവദിച്ചിട്ടുണ്ട്. ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് ആ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഭൗതിക ശരീരം നേരിട്ട് കാണുവാനും വണങ്ങുവാനും പ്രത്യേകമായി മധ്യസ്ഥം അപേക്ഷിക്കുവാനും ഉള്ളിലേക്ക് പ്രവേശിക്കാം. നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഗോവയിലെ കത്തീഡ്രൽ പള്ളിയുടെ മുന്നിലാണ്. ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഭൗതിക ശരീരം എക്സ്പോസ് ചെയ്തുകൊണ്ട് അനേകം ഭക്തരാണ് ഈ കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് വിശുദ്ധൻ്റെ മധ്യസ്ഥം യാചിക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ സുവിശേഷത്തിൻ്റെ ഒരു വലിയ പ്രവാചകനായിരുന്നു, വലിയ സന്ദേശവാഹകനായിരുന്നു. ഈ ഇന്ത്യയിൽ ഉടനീളം ചുറ്റി സഞ്ചരിച്ച് യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ച ഫ്രാൻസിസ് സേവ്യർ, ആ ഫ്രാൻസിസ് സേവ്യറിൻ്റെ സുവിശേഷ ചൈതന്യം തന്നെ നമ്മളും സ്വീകരിച്ചുകൊണ്ട് ഫ്രാൻസിസ് സേവ്യറിനെ പോലെ യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു അവസരമാണ് ഈ 10 വർഷം. അതുകൊണ്ട് ഫ്രാൻസിസ് സേവ്യറിൻ്റെ ആ സുവിശേഷ ചൈതന്യം, ആ സുവിശേഷ സന്ദേശം പ്രചരിപ്പിക്കുന്ന ആ ചൈതന്യം നമ്മുടെ ജീവിതത്തിലും സ്വായത്തമാക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ ഈ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ 10 വർഷത്തിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും പൊതുദർശനത്തിനു വേണ്ടി വയ്ക്കുന്നു.